വെസൽ എന്നതിന് യൂസ് ചെയ്യുന്ന പ്രിഫിക്സ് ഏതാണ്? നമ്മൾ സാധാരണ വെസൽ എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഫീൽഡിലുള്ളവര് എന്താ യൂസ് ചെയ്യുന്നത്? ഏത് പ്രിഫിക്സാ യൂസ് ചെയ്യുന്നത്? വെസൽ ആൻജിയോ എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വെസലുമായി ബന്ധപ്പെട്ട ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചെല്ലാം പറയുന്ന ടൈമിൽ ആൻജിയോ എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മെഡിക്കൽ ടെർമിനോളജി ചാപ്റ്റർ 35 മെഡിക്കൽ ടെർമിനോളജി. നെക്സ്റ്റ് ജോയിന്റ്. ജോയിന്റുമായി ബന്ധപ്പെട്ട പ്രിഫിക്സ് ഏതാ? ആർത്രോ. ആർത്രോ എന്ന് പറയുന്നതാണ് ജോയിന്റുമായി ബന്ധപ്പെട്ട പ്രിഫിക്സ്. ദെൻ സെല്ലുമായി ബന്ധപ്പെട്ടതാണെങ്കിലോ സെൽ. സൈറ്റോ. ബ്ലാസ്റ്റോ എന്നുള്ളതാണ് സെല്ലുമായി ബന്ധപ്പെട്ട പ്രിഫിക്സ്. ഇനി ഷുഗർ. ഷുഗറിനെ സൂചിപ്പിക്കുന്ന പ്രിഫിക്സ് ഏതാ? ഷുഗർ. ഗ്ലൈക്കോ. ഗ്ലൈക്കോ. റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ ഏതാണ്? ടേം. THERM. ടേം എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി പെയിനുമായി ബന്ധപ്പെട്ട സഫിക്സ് ഏതാ? സഫിക്സ്. ഓക്കെ. ഇനി സഫിക്സ് ആയിട്ടുള്ള സൈറ്റ്. സൈറ്റ് എന്ന് പറഞ്ഞ ഒരു സഫിക്സ് ആണ്. അതിന്റെ മീനിങ് എന്താ? സെല്ലിനെ സൂചിപ്പിക്കുന്ന സഫിക്സ് ആണ് സൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഐറ്റിസ്. ITIS. ഐറ്റിസിന്റെ മീനിങ് എന്താ? ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ സ്വെല്ലിംഗ് ആണ്. ഓക്കെ. ദെൻ ഫോബിയ. ഫോബിയ എന്ന് പറയുന്ന സഫിക്സിന്റെ മീനിങ് എന്താ? സൂചിപ്പിക്കുന്നതാണ്. ദെൻ ആൻഡ് ANDR എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് എന്താ? ANDR ആൻഡ് എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് എന്താ? മെയിലുമായി ബന്ധപ്പെട്ട. ഓക്കെ, അതിനെയാണ് അതിനുപയോഗിക്കുന്ന റൂട്ട് വേർഡ് ആണ് ആൻഡ് ANDR എന്ന് പറയുന്നത്. ഇനി നോക്കിക്കോളൂ, നമ്മൾ സിലി ഐലിഡ് വരെ അല്ലേ എടുത്തത്? ഐലിഡ്. നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ. ക്ലീഡ്. CLEID. ക്ലീഡ്. ക്ലീഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാവിക്കിൾ ആണ്, അതായത് കോളർ ബോൺ ആണ്. ഒരു അസ്ഥിയെ കുറിച്ച് സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ് ക്ലീഡ് എന്ന് പറയുന്നത്. CLEID. നെക്സ്റ്റ് വൺ ആണ് എൽബോ. എൽബോയെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ് ക്യൂബിറ്റസ്. ഓക്കെ, ക്യൂബിറ്റസ് എന്ന് പറയുന്നത് എൽബോയെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ്. ക്ലിയർ ആണോ? ക്യൂബിറ്റസ്. CUBITUS. ക്യൂബിറ്റസ് എന്ന് പറയുന്നത് എൽബോയുമായി ബന്ധപ്പെട്ട ഹെൽത്ത് കണ്ടീഷൻ. ഓക്കെ, അത്തരം കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ് ഏതാ? ക്യൂബിറ്റസ്. നെക്സ്റ്റ് വൺ ഇമ്പോർട്ടന്റ് ആണ് CYCL. ഓക്കെ, സർക്കിൾ അല്ലെങ്കിൽ സൈക്കിൾ എന്ന മീനിങ് ഉള്ള റൂട്ട് വേർഡ് ആണ് CYCL. ഓക്കെ, റിസൈക്കിൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ സർക്കിളുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ സൈക്കിളുമായി ബന്ധപ്പെട്ട റൂട്ട് വേർഡ് ആണ് CYCL എന്ന് പറയുന്നത്. നോട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് വൺ ഡിജിറ്റ്. ഫിംഗേഴ്സ് അല്ലെങ്കിൽ ടോസ്. നമ്മുടെ കാൽവിരലിനെയും അതേപോലെ കൈവിരലുകളെയും നമ്മൾ സാധാരണ ഫിംഗേഴ്സ് എന്ന് പറയുമ്പോൾ അത് മെഡിക്കൽ ടേംസിൽ അവർ യൂസ് ചെയ്യുന്നത് ഡിജിറ്റ് എന്നാണ്. ഇപ്പൊ ആർക്കെങ്കിലും ഒരു ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെന്താ പറയുന്നത്? അവരുടെ ഹാൻഡില്, റൈറ്റ് ഹാൻഡിലെ ഡിജിറ്റിന് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയും. ആ രീതിയിലാണ് അവര് ആ ഡിജിറ്റിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഫിംഗേഴ്സ് ആൻഡ് ടോസിനെ ഡിജിറ്റ് എന്നാണ്, ഡിജിറ്റ് എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ സെല്ലിംഗ്. ഓക്കെ, EDE എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് സ്വെല്ലിംഗ്. SWELLING. സ്വെല്ലിംഗ്. എന്തോ? ഓക്കെ, എഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റൂട്ട് വേർഡ് ആണ്, അതിന്റെ മീനിങ് ആണ് സ്വെല്ലിംഗ്. എഡിമ എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കാം? ടിഷ്യൂസിൽ ഫ്ലൂയിഡ് നിറയുന്നത് മൂലമുണ്ടാകാവുന്ന സ്വെല്ലിംഗ് ആണ്. ഓക്കെ, എഡിമ. ഓക്കെ, അപ്പൊ എഡ് എന്ന് പറഞ്ഞാൽ സ്വെല്ലിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ESTHESI. എസ്തസിയോ എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു സെൻസേഷൻ. സെൻസേഷനുമായി ബന്ധപ്പെട്ട എന്താണ് റൂട്ട് വേർഡ് ആണ് എസ്തസി. ക്ലിയർ ആണോ? റിലേറ്റിംഗ് ടു സെൻസേഷനുമായി ബന്ധപ്പെട്ട റൂട്ട് വേർഡ് ആണ് എസ്തസി. ആൻഡ് നെക്സ്റ്റ് വൺ വെരി വെരി ഇമ്പോർട്ടന്റ്, ഫെബ്ർ. FEBR. ഫെബ്ർ എന്ന് പറയുന്നത് ഫീവറിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ്. ഓക്കെ, ഫീവറിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ് ഫെബ്ർ. ഓക്കെ, FEBR. ഫെബ്രിഫ്യൂജ് എന്ന് പറഞ്ഞാൽ ഫീവറിനെ റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഡിസിൻസോ അല്ലെങ്കിൽ മറ്റ് സബ്സ്റ്റാൻസസിനെയാണ് ഫെബ്രിഫ്യൂജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫെബ്ര എന്ന് പറഞ്ഞ മീനിങ് എന്താ? ഫെബ്ര എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് എന്താ?
തന്നെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ്. ദെൻ ഫ്ലെക്സ്, നെക്സ്റ്റ് റൂട്ട് വേർഡ് ആണ് ഫ്ലെക്സ്. ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ബെൻഡ് എന്നാണ് അർത്ഥം, ബെൻഡ്. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി എന്നൊക്കെ പറയാറില്ലേ. സോ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ബെൻഡ് എന്നാണ് അർത്ഥം, BEND, ബെൻഡ്. ദെൻ ഫോറമൻ, നെക്സ്റ്റ് വൺ ആണ് ഫോറമൻ എന്ന് പറഞ്ഞ ഓപ്പണിംഗ്. നമ്മുടെ സർജറി ടൈമിൽ ഹോൾ ഉണ്ടാക്കില്ലേ, ഓപ്പൺ ചെയ്യില്ലേ, ആ ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ് ഫോറമൻ, FORAMEN. ഫോറമൻ എന്ന് പറയുന്നത് ഹോളിനെ സൂചിപ്പിക്കുന്നതാണ് ഫോറമൻ. ബാക്കി 28ഉം 29ഉം എന്താണ്, മിസ്റ്റേക്ക് ആണ്, സെയിം തന്നെ റിപ്പീറ്റ് ചെയ്തേക്കുന്നതാ. ഓക്കെ, അപ്പൊ ഈ പേജിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാ? 11, 15, 17, 19, 23 and 27. ക്ലിയർ ആണോ? 11, 15, 17, 19, 23 and 27. നെക്സ്റ്റ് പേജ് എടുത്തോളൂ. ഇതിന് എക്സാമ്പിൾ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. എക്സാമ്പിൾ ഒന്നും ഓർത്തിരിക്കേണ്ട കേട്ടോ, എക്സാമിന് ചോദിക്കില്ല, ജസ്റ്റ് ഞാൻ ചോദിച്ചതാണ്. ഓക്കെ, അപ്പൊ ബ്രേക്കുമായി ബന്ധപ്പെട്ട ഏതാണ്? ഫ്രാക്ട് എന്നുള്ള റൂട്ട് വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബ്രേക്കിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ് ഫ്രാക്ട്, FRACT. അപ്പൊ എക്സാമ്പിൾ എന്തായിരിക്കാം? ഫ്രാക്ചർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പൊ ബ്രേക്കിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ഏതാണ്? ഫ്രാക്ട്, FRACT. നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ, ജസ്റ്റ്, GEST. ജസ്റ്റ് എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് ക്യാരി, അല്ലെങ്കിൽ പ്രൊഡ്യൂസ്, അല്ലെങ്കിൽ കൺജഷൻ. ഓക്കെ, 3 മീനിങ് ഉണ്ട്. ക്യാരി എന്ന് പറയാം, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ കൺജഷൻ. ഇതിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ് ജസ്റ്റ് എന്ന് പറയുന്നത്, GEST, ജസ്റ്റ്. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, നോ, GNO. നോ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് നോ, KNOW, അറിയുക, എന്തെങ്കിലിനെയും കുറിച്ച് അറിയുന്നതിനെയാണ്. അത്തരം സന്ദർഭങ്ങളിലാണ് നോ, GNO എന്ന് പറയുന്ന റൂട്ട് വേർഡ് ഉപയോഗിക്കുന്നത്. ഡയഗ്നോസിസ്, രോഗത്തെ തിരിച്ചറിയുന്നതാണ് അല്ലെ. അപ്പോ അതിനെയാണ് നോ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് നോ, അറിയുക, KNOW. അത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് വൺ ആണ് ഗ്രാം, GRAM, ഗ്രാം, GRAM, ആൻജിയോഗ്രാം. ഓക്കെ, സംതിങ് റിട്ടൺ ഓർ റെക്കോർഡഡ്, എന്തോ എഴുതിയതോ അല്ലെങ്കിൽ ആകാം, അല്ലെങ്കിൽ എങ്ങനെയാണ്, റെക്കോർഡഡോ ആകാം. ഓക്കെ, അതിനെയാണ് ഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ഗ്രാഫ്, ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തോളൂ. ഗ്രാഫ് എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് റൈറ്റ് അല്ലെങ്കിൽ റെക്കോർഡ്. സെയിം തന്നെയാണ്, എന്താണ്, റൈറ്റ് അല്ലെങ്കിൽ റെക്കോർഡിനെയാണ് ഗ്രാഫ് എന്ന പദം കൊണ്ട് എന്ന റൂട്ട് വേർഡ് സൂചിപ്പിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ ഹ്യൂമറസ്. ഓക്കെ, 35 നോക്കിക്കോളൂ. ഹ്യൂമറസ്, ഹ്യൂമറസ് എന്ന് പറഞ്ഞാൽ ദ ബോൺ ഇൻ ദ അപ്പർ ആം, അപ്പർ ആമിലുള്ള ബോണിനെയാണ് ഹ്യൂമറസ് എന്ന റൂട്ട് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹ്യൂമറസ് എന്ന് എഴുതിയാൽ അതിന്റെ മീനിങ് എന്താണ്? ദ ബോണിന്റെ അപ്പറാം, അപ്പറാമിലുള്ള ബോണിനെയാണിത് സൂചിപ്പിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ IDI എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ്, വ്യത്യസ്തമായിട്ടുള്ളതിനെ സൂചിപ്പിക്കാനായിട്ടാണ്. ഓക്കെ, ഡിഫറെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റുമായി ബന്ധപ്പെട്ട റൂട്ട് വേർഡ് ആണ് IDI എന്ന് പറയുന്നത്. ഓക്കെ, ഐഡിയോപ്പതിക് എന്ന് പറയും, അതായത് കാരണമറിയാത്ത ഡിസീസ്, മറ്റുള്ള രോഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഡിസീസ് ആണ് ഐഡിയോപ്പതിക്. ഓക്കെ, അപ്പൊ IDI എന്ന് പറഞ്ഞാൽ ഡിഫറെന്റിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ്. നെക്സ്റ്റ് വൺ ആണ് IOD. അയഡിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ് IOD. ഓക്കെ, അയഡിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ് IOD. നെക്സ്റ്റ് ലാക്ട്, LACT, ലാക്ട്. ലാക്ട് എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് മിൽക്ക്. ഓക്കെ, ലാക്ട് എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് മിൽക്ക്. എക്സാമ്പിൾ പറയാമോ? ലാക്ടജൻ. ലാക്ടജൻ. ഓക്കെ, അപ്പൊ എന്താണ്, ലാക്ട് എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് മിൽക്ക്. ഓക്കെ, അപ്പൊ ലാക്ട് എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് എന്താണെന്നും ചോദിക്കാം, അല്ലെങ്കിൽ മിൽക്കിന്റെ റൂട്ട് വേർഡ് ഏതാണെന്നും ചോദിക്കാം. ക്ലിയർ ആണോ? മിൽക്കിന് യൂസ് ചെയ്യുന്ന റൂട്ട് വേർഡ് ഏതാണ്? അപ്പോൾ ലാക്ട് ആണ് ആൻസർ. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിലും ചോദിക്കാം. ദെൻ നെക്സ്റ്റ് വൺ ആണ് ലിങ്ക്, LINGU. ലിങ്ക് എന്ന് പറഞ്ഞാൽ ടങ്, ടങ്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ടങ്കിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ് ലിങ്ക്, LINGU. ഓക്കെ, ക്ലിയർ ആണോ? സോ ലിങ്കിഫോം എന്ന് പറഞ്ഞാൽ ടങ്കിന്റെ ഷേപ്പിലുള്ള വസ്തുക്കളെ സൂചിപ്പിക്കുന്ന പദമാണ് ലിങ്കിഫോം. ടങ്കിന്റെ ഷേപ്പിലുള്ള വസ്തുക്കളെ പറയുന്ന സൂചിപ്പിക്കുന്ന പദമാണ് ലിങ്കിഫോം.
സോ ലിങ്ക് എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് ടങ് എന്നുള്ളത്. നെക്സ്റ്റ് വൺ ആണ് മെൻ, MEN, മെൻ. മെൻ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് എന്താ? മന്ത് എന്നാണ്, മന്തിനെ സൂചിപ്പിക്കാനായിട്ട്. 40, റിജോ 40, റൂട്ട് വേർഡ്സിലെ 40. ഇത് തന്നെ. ഓക്കെ. അപ്പൊ എന്താണ് മന്തിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ഏതാ? മന്ത്, മെൻ, MEN. ഓക്കെ, മെൻസ്ട്രേഷൻ അല്ലെ, എല്ലാ മാസത്തിലും നടക്കുന്ന ഒരു പ്രോസസ്സാണിത് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ മന്തിനെ സൂചിപ്പിക്കുന്ന, മാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മെഡിക്കൽ ടേംസിൽ, മെഡിക്കൽ ഫീൽഡിലുള്ളവര് ഉപയോഗിക്കുന്ന ഒരു പദമാണ് അല്ലെങ്കിൽ റൂട്ട് വേർഡ് ആണ് മെൻ എന്ന് പറയുന്നത്, MEN. ഓക്കെ, അതിന്റെ നെക്സ്റ്റ് വൺ ആണ് ഒക്യൽ, OCUL. ഒക്യൽ എന്ന് പറയുന്ന റൂട്ട് വേർഡ് ഉണ്ട്. ആ റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് ഐ. ഓക്കെ, ഒക്യൽ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് ഐ എന്ന് പറയുന്നത്. സോ ഐനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ചോദിച്ചാൽ ഏതാണ്? ഒക്യൽ, OCUL. ഓക്കെ, ഇനി അപ്പോ ഒക്യലിസ്റ്റ് ആരായിരിക്കാം? ഒക്യലിസ്റ്റ് എന്ന് പറഞ്ഞാല് ആരായിരിക്കാം? ഐ ഡോക്ടർ ആയിരിക്കും. ഓഫ്താൽമോളജിസ്റ്റ് ആണ്. അതായത് പണ്ട് കാലങ്ങളിൽ അവര് ഐ സ്പെഷ്യലിസ്റ്റിനെ പറഞ്ഞിരുന്ന ഓൾഡ് ടേം ആണ് ഒക്യുലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് OV എന്ന് പറയുന്നത്. ഓ എന്ന് പറഞ്ഞാൽ എഗ്ഗിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ് OV. ഓവറി, ഓവുലേഷൻ. ഓക്കെ, അപ്പൊ എന്താണ് എഗ്ഗിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ഏതാണെന്ന് ചോദിച്ചാൽ ആണ്. OV എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ്. നെക്സ്റ്റ് വൺ ആണ് പാൽപേറ്റ്, PALPATE, പാൽപേറ്റ്. അതായത് സ്പന്ദനം എന്ന് പറയും. അതായത് ടു ഇൻസ്പെക്ട് ബൈ ടച്ച്, ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന വസ്തുക്കളെയാണ് പാൽപേറ്റ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഇൻസ്പെക്ട് ബൈ ടച്ച്, പൾസ് ഒക്കെ അറിയാൻ പറ്റുന്നത്. അതെ. നെക്സ്റ്റ് വൺ ആണ് പെഡ്, PED. പെഡ് എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് രണ്ടെണ്ണം വരുന്നുണ്ട്. ചൈൽഡ് അല്ലെങ്കിൽ ഫൂട്ട്. ചൈൽഡും വരുന്നുണ്ട്, അതേപോലെ ഫൂട്ടും വരുന്നുണ്ട്. ഓക്കെ, പെഡ് എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് ചൈൽഡ്, അതേപോലെ ഫൂട്ട്. ഇനി ചൈൽഡിന് ഒരു എക്സാമ്പിൾ പറയാമോ? പീഡിയാട്രിഷ്യൻ. പീഡിയാട്രീഷ്യൻസ്. ഇനി ഫൂട്ടിനാണെങ്കിലോ? പെഡൽ. പെഡൽ, പെഡിക്യൂർ. ഓക്കെ, അപ്പൊ പെഡ് എന്ന് പറയുന്നത് ചൈൽഡ്, അതേപോലെ ഫൂട്ടിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ്. നെക്സ്റ്റ് വൺ ആണ് പെർക്കസ്, PERCUSS. പെർക്കസ് എന്ന് പറഞ്ഞാൽ ടു ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ്, സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബീറ്റ് ചെയ്തുകൊണ്ട് എന്താണ് ഇൻസ്പെക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പെർക്കഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ടാപ്പ് ചെയ്തുകൊണ്ട് ഫ്ലൂയിഡിന്റെ ആ ഒരു പ്രസൻസ് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് പെർക്കഷൻ. അതായത് ബോഡിയിൽ ടാപ്പ് ചെയ്തിട്ട് ഫ്ലൂയിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, അപ്പൊ പെർക്കസ് എന്ന് പറഞ്ഞാല് സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബീറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഇൻസ്പെക്ട് ചെയ്യുന്നതിനെയാണ് പെർക്കസ് എന്ന പദം ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? പെർക്കസ്. അതിന്റെ നെക്സ്റ്റ് വൺ ആണ് ഫോർട്ട്, PHOT, ഫോർട്ട്. ഫോർട്ട് എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് എന്താ? ലൈറ്റ് എന്നാണ്. ഓക്കെ, ഫോർട്ട് എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് ലൈറ്റ്. ഒരു എക്സാമ്പിൾ പറയാമോ? ലൈറ്റ്, ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ്. ഓക്കെ, അപ്പൊ ലൈറ്റ് എന്ന പദത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന റൂട്ട് വേർഡ് ഏതാണ്? ഫോർട്ട് ആണ്, PHOT. അയ്യോ, ഒരു കാര്യം വിട്ടുപോയി. പെഡ്, ചൈൽഡ് ആൻഡ് ഫൂട്ട്. അത് നോട്ട് ചെയ്തായിരുന്നോ? പറഞ്ഞു. ഫോർട്ട് അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. PHOT, ഫോർട്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഓൾസോ അതും ഇമ്പോർട്ടന്റ് ആണ്. പ്ലൂർ, PLEUR. റിബ് അല്ലെങ്കിൽ സൈഡിനെ സൂചിപ്പിക്കാനായിട്ടാണ്, റിബുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ് പ്ലൂർ, PLEUR എന്ന് പറയുന്നത്. ഓക്കെ, പ്ലൂർ ആക്കിയിട്ടില്ലേ, ചെസ്റ്റിലെ ക്യാവിറ്റി. സോ അതും ഇമ്പോർട്ടന്റ് ആണ്, PLEUR. പ്ലൂർ എന്ന് പറയുന്നത് റിബുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളെ സൂചിപ്പിക്കുന്നതാണ്, PLEUR. അതിന്റെ നെക്സ്റ്റ് വൺ ആണ് ടോ, PTO. ടോ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് ഫൂട്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി ഫൂട്ടിന് ഒരെണ്ണം പഠിച്ച ഏതായിരുന്നു? പെഡ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു റൂട്ട് വേർഡ് ആണ് TO,
PTO, ടോ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ്ങും ഫൂട്ട് എന്ന് തന്നെയാണ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ടൈൽ, PTYAL. ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ? സലൈവയെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ്. സലൈവ, ഉമിനീരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ് ടൈൽ എന്ന് പറയുന്നത്. TYAL, PTYAL. ഓക്കെ. അപ്പൊ ടൈലിസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ടൈലിസം അമിതമായിട്ട് ഈ സലൈവ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കണ്ടീഷനെയാണ് ടൈലിസം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ടൈൽ എന്ന് പറഞ്ഞാല് സലൈവയെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ PYR. PYR എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് ഫയർ. FIRE. PYR എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് എന്താണ്? FIRE, ഫയർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാമോ? നമ്മള് ഏതായിരുന്നു? ബയോമെഡിക്കൽ വേസ്റ്റ് ആ ചാപ്റ്ററിൽ പൈറോലിസിസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്ലാസ്മ പൈറോലിസിസ്. ഓക്കെ. ഫയറുമായി ബന്ധപ്പെട്ടതല്ലേ? വേസ്റ്റിൽ നിന്നും എന്താണ് വേസ്റ്റുകളെ വിഘടിപ്പിക്കാനായിട്ട് ഓക്സിജന്റെ ആബ്സെൻസിൽ എന്താണ് ഫയർ ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെ, ചൂടാക്കുന്നു. അതിനെയാണ് നമ്മൾ പ്ലാസ്മ പൈറോലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ PYR എന്ന് പറഞ്ഞാൽ എന്താണ്? ഫയറിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്, ചൂടിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. ക്ലിയർ ആണോ? PYR. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തോളൂ. റേഡിയസ്, ദ ഫോർആം ബോൺ ഓൺ ദി തംബ് സൈഡ്, അല്ലെങ്കിൽ എന്താ? ഓൾസോ എ ലൈൻ ഫ്രം ദി സെന്റർ ഓഫ് എ സർക്കിൾ ഓർ സ്ഫിയർ ടു ദി എഡ്ജ്. ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഒരു എഡ്ജിലേക്ക് വരയ്ക്കുന്ന ലൈനിനെയാണ് റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ റേഡിയസ് ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ പേജിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാ? 32, 34, 44, 46, 47, 52. 32, 34, 44, 46, 47, 52. Then next പേജ് നോക്കിക്കോളൂ. ആ പേജ് ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് പേജ് ആണ് റെൻ. REN എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് കിഡ്നി. ഓക്കെ. കിഡ്നിയുമായി ബന്ധപ്പെട്ട നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻഫ്രാറെനൽ, റെനൽ, സൂപ്രറെനൽ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ എന്താണ്? കിഡ്നിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ടൈമിൽ ഉപയോഗിക്കുന്ന ഒരു റൂട്ട് വേർഡ് ആണ് റെൻ എന്ന് പറയുന്നത്. ഓക്കെ. റെനൽ എന്ന് പറഞ്ഞാലും കിഡ്നിയുടെ മറ്റൊരു വേർഡ് തന്നെയാണ്. റെൻ എന്ന് പറഞ്ഞാൽ കിഡ്നി എന്നാണ് അർത്ഥം. ദെൻ അത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തോളൂ. റെൻ, REN, റെൻ, കിഡ്നി. നോട്ട് ചെയ്തോളൂ. ആൻഡ് നെക്സ്റ്റ് വൺ റെറ്റിന. അത് നോട്ട് ചെയ്തോളൂ. റെറ്റിന എന്താണ്? ഇന്നർ നെർവ് ദാറ്റ് കണ്ടെയ്ൻസ് ലെയർ ഓഫ് ദി ഐ. റെറ്റിന, അതും നോട്ട് ചെയ്തോളൂ. റെൻ ആൻഡ് റെറ്റിന. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് സാങ്ക്യു. SANGU. ബ്ലഡിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ് സാങ്ക്യു. SANGU എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് ബ്ലഡ് എന്നാണ്. ഓക്കെ. ബ്ലഡിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ് സാങ്ക്. ആൻഡ് നെക്സ്റ്റ് വൺ സെബം. SEBUM. സെബം എന്ന് പറഞ്ഞാൽ ഫാറ്റി സെക്രീഷൻ ഓഫ് ദ സെബാസിയസ് ഗ്ലാൻഡ്. സെബാസിയസ് ഗ്ലാൻഡ് ഒരു ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാറ്റി സെക്രീഷൻ ആണ്, ഒരു ഫ്ലൂയിഡ് ആണ് സെബം എന്ന് പറയുന്നത്. ഓക്കെ. സെബം. ആൻഡ് നെക്സ്റ്റ് വൺ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തോളൂ. സെക്റ്റ്. SECT. സെക്റ്റ്. SECT. സെക്റ്റ്. കട്ട് എന്നാണ് അതിന്റെ മീനിങ്. സെക്റ്റ് എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് കട്ട്. CUT. കട്ട്. റിസെക്റ്റ് എന്ന് പറയും. റിസെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർജറിയിലൂടെ ഒരു ഭാഗം കട്ട് ചെയ്തെന്നാണ്, റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് റിസെക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ സെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ മീനിങ് ആണ് കട്ട്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്തോളൂ. ആൻഡ് നെക്സ്റ്റ് വൺ സെപ്സിസ്. SEPSIS. സെപ്സിസ്. എന്താണ് സെപ്സിസിന്റെ മീനിങ്? The presence of microorganisms or their toxins in the blood. Also the toxic conditions caused by such presence. ബ്ലഡിൽ എന്തെങ്കിലും എന്താണ് ഒരു അണുജംസിന്റെ സാന്നിധ്യം, ഇനി അതുമൂലം ഉണ്ടാകാവുന്ന കണ്ടീഷൻസ്, ടോക്സിക് ആയിട്ടുള്ള കണ്ടീഷൻസിനെ സൂചിപ്പിക്കുന്ന ടൈമിൽ സെപ്സിസ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. സെപ്സിസ്. നെക്സ്റ്റ് വൺ ആണ് സെപ്റ്റ്. SEPT. സെപ്റ്റ്. Wall divider, also 7.
വോൾ, ഡിവൈഡർ എന്ന മീനിങ് ഉണ്ട്. അതേപോലെ തന്നെ 7 എന്ന അക്കത്തെ സൂചിപ്പിക്കാനായിട്ടും എന്താണ് സെപ്റ്റ് എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് ഉപയോഗിക്കുന്നത്. സെപ്റ്റംബർ 7ാമത്തെ മന്ത് അല്ലേ, അപ്പോ 7 എന്ന് പറയുന്ന നമ്പറിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ് സെപ്റ്റ്. ഓക്കെ, ഇനി മറ്റൊരു വേർഡ് ആണ് മീനിങ് ആണ് വോൾ അല്ലെങ്കിൽ ഡിവൈഡർ ആയിട്ടും എന്താണ് ഈ സെപ്റ്റ് എന്ന് പറയുന്ന റൂട്ട് വേർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സെപ്റ്റം എന്ന് പറയും, SEPTUM. സെപ്റ്റം എന്ന് പറഞ്ഞാൽ 2 ക്യാവിറ്റീസിനിടയിലുള്ള വോളിനെ സൂചിപ്പിക്കുന്ന പദമാണ് സെപ്റ്റം. സോ സെപ്റ്റിന് 2 മീനിങ് ആണുള്ളത്. വോൾ അല്ലെങ്കിൽ എന്താണ് 7 എന്ന അക്കത്തെയും സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് വൺ ആണ് സെറം. സെറം എന്താണ് ദ ക്ലിയർ പോർഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ഇൻക്ലൂഡിങ് ബ്ലഡ്. ഓക്കെ, ബോഡി ഫ്ലൂയിഡ് എന്താണ് ക്ലിയർ പോർഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡിനെയാണ് നമ്മൾ സെറം എന്ന് പറയുന്നത്. ദെൻ സൈനസ്, SINUS, സൈനസ് നോട്ട് ചെയ്തോളൂ. സൈനസിന്റെ മീനിങ് എന്താ ക്യാവിറ്റി എന്നാണ്. ക്യാവിറ്റി, അറ, അതായത് നമ്മുടെ എന്താണ് നെറ്റിക്കും കണ്ണിനും താഴെയുള്ള ഒരു ഹോൾ, എയർ ഫിൽ ആയിട്ടുള്ള ഒരു ക്യാവിറ്റിയെയാണ് സൈനസ് എന്ന് പറയുന്നത്. ഓക്കെ, സൈനസ് ക്യാവിറ്റി എന്നാണ് അർത്ഥം. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് സോം, SOM. ബോഡിക്ക് യൂസ് ചെയ്യുന്ന, ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ടൈമിൽ, ശരീരത്തിനുണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ച് പറയുന്ന ടൈമിലെല്ലാം യൂസ് ചെയ്യുന്ന ഒരു റൂട്ട് വേർഡ് ആണ് സോം എന്ന് പറയുന്നത്, SOM എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് സ്പിർ, SPIR. SPIR എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് കോയിൽ എന്നാണ്. കോയിലിന് കേൾ എന്നും അർത്ഥമുണ്ട്, അതേപോലെ തന്നെ വിൻഡ് എന്നും അർത്ഥമുണ്ട്, എയർ. ഓക്കെ, കേൾ എന്നും അർത്ഥമുണ്ട്, അതേപോലെ തന്നെ എയർ എന്നും കോയിലിന് അർത്ഥമുണ്ട് കേട്ടോ. അപ്പൊ സ്പിർ, SPIR, റെസ്പിറേഷൻസ്. ഓക്കെ, റെസ്പിറേഷൻ, അതിൽ SPIR വരുന്നില്ലേ, സോ എയറുമായി ബന്ധപ്പെട്ടതാണത്. ഓക്കെ, അപ്പൊ സ്പിർ എന്ന റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് കോയിൽ, COIL. അതിന്റെ നെക്സ്റ്റ് വൺ ആണ് സ്റ്റേസിസ്. സ്റ്റേസിസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ലോവിങ് ഓർ സ്റ്റോപ്പിംഗ് ഓഫ് ദി നോർമൽ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് സച്ച് ആസ് ബ്ലഡ്. അതായത് ബ്ലഡിന്റെ ആ നോർമൽ ഫ്ലോയിനെ സ്റ്റോപ്പ് ചെയ്യിക്കുക അല്ലെങ്കിൽ ആ സ്ലോ ചെയ്യിക്കുന്നതിനെയാണ് സ്റ്റേസിസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റേസിസ്, STASIS, സ്റ്റേസിസ്. ആൻഡ് 65 നോക്കിക്കോളൂ, സ്റ്റേച്ചർ. സ്റ്റേച്ചർ എന്ന് പറഞ്ഞാൽ ഹൈറ്റിനെ സൂചിപ്പിക്കുന്ന പദമാണ്. ഹൈറ്റിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ചോദിച്ചാൽ സ്റ്റേച്ചർ ആണ്, STATURE, സ്റ്റേച്ചർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ആണ് സ്റ്റേൺ, STERN. സ്റ്റേൺ, STERN. സ്റ്റേൺ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് ബ്രസ്റ്റ് ബോൺ. ഓക്കെ, ബ്രസ്റ്റ് ബോണിനെയാണ് സ്റ്റേൺ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ബ്രസ്റ്റ് ബോണിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ് സ്റ്റേൺ. ആൻഡ് നെക്സ്റ്റ് വൺ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തോളൂ, സ്റ്റോമ, STOMA. Any tiny opening on the surface of the body like pore, also the opening created in the abdominal wall for the passage of urine or feces. അതായത് നമ്മുടെ ശരീരത്തിന്റെ ബോഡിയുടെ സർഫസിൽ കാണപ്പെടുന്ന ചെറിയ ടൈനി ഓപ്പണിങ്സിനെയാണ് സ്റ്റോമ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഓപ്പണിംഗ് ചെയ്യുന്നതിനെയും സ്റ്റോമ എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ ലീഫിലെ ആ ടൈനി ഹോൾസിനെ സ്റ്റൊമാറ്റ എന്ന് പറയാറില്ലേ. ഓക്കെ, അപ്പൊ അതിനെയാണ്, ടൈനി ഓപ്പണിങ്ങിനെയാണ് സ്റ്റോമ എന്ന് പറയുന്നത്. ടൈനി ഓപ്പണിംഗ്, അത് ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റോമ. ദെൻ നെക്സ്റ്റ് വൺ നോട്ട് ചെയ്തോളൂ, ടാക്ട്, TACT, ഇമ്പോർട്ടന്റ് ആണ്. ടാക്ട് എന്ന് പറഞ്ഞ മീനിങ് എന്താ, ടച്ച്. ടാക്ട് എന്ന് പറഞ്ഞാൽ ടച്ച്. ടച്ചിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ചോദിച്ചാൽ ഏതാണ്, ടാക്ട് ആണ്, TACT, ടാക്ട് ആണ് ടച്ചിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ്. ടാക്ടൈൽ സെൻസേഷൻ എന്നൊക്കെ പറയാറില്ലേ, തൊട്ട് നോക്കിക്കൊണ്ട് സെൻസേഷൻ അറിയുന്നത്. ഓക്കെ, അപ്പൊ ടാക്ട് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്, ടച്ച് എന്നാണ്. സോ ഈ പേജിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് 53, 54, 57, 61, 67 and 68. 53, 54, 57, 61, 67, 68. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിൽ നോക്കിക്കോളൂ. നെക്സ്റ്റ് പേജിലാണ് ടെട്ര. ടെട്ര എന്ന് പറഞ്ഞാൽ 4 എന്ന സംഖ്യയെ സൂചിപ്പിക്കുന്നതാണ്. ടെട്ര 4 എന്ന
സംഖ്യയെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ് ടെട്ര. ഓക്കെ, ടെട്ര, TETRA, ടെട്ര എന്ന് പറയുന്നത് 4 എന്ന സംഖ്യയെ സൂചിപ്പിക്കുന്ന ഒരു റൂട്ട് വേർഡ് ആണ്. നെക്സ്റ്റ് വൺ ആണ് TOM, ടേം. ഓക്കെ, കട്ടിനെ സൂചിപ്പിക്കുന്നു. കട്ട് നമ്മൾ ഒരെണ്ണം കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. കട്ടിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ഏതായിരുന്നു? കട്ടിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് സെക്റ്റ്. SECT, സെക്റ്റ് എന്ന് പറയുന്നതും കട്ട് അത് തന്നെയാണ് മീൻ ചെയ്യുന്നത്. അതേപോലെ ടോം, TOM എന്ന് പറയുന്നതും കട്ടിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇമ്പോർട്ടന്റ് ആണ് ടോക്സിക്. ടോക്സിക് എന്താണ്? പോയിസണസ്. ടോക്സിക് എന്താണ്? പോയിസണസ്. ദെൻ ട്രൈക്ക്. നെക്സ്റ്റ് വൺ ആണ് ട്രൈക്ക്, TRICH. ട്രൈക്ക് എന്ന് പറഞ്ഞാൽ മീനിങ് ഹെയർ എന്നാണ് അർത്ഥം. ഹെയറിനെ സൂചിപ്പിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഹെൽത്ത് കണ്ടീഷനൊക്കെ ആയിരിക്കാം, രോഗങ്ങളായിരിക്കാം, അതിനെ സൂചിപ്പിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന റൂട്ട് വേർഡ് ആണ് ട്രൈക്ക് എന്ന് പറയുന്നത്. TRICH എന്ന് പറയുന്ന പദം. ഓക്കെ, അപ്പോ ട്രൈക്കോളജി എന്ന് പറഞ്ഞ എന്തായിരിക്കാം? സയന്റിഫിക് സ്റ്റഡി ഓഫ് എന്താണ്? ഹെയറിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ട്രൈക്കോളജി. സോ ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഹെയറിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ്. ദെൻ UR, യൂറിനുമായി ബന്ധപ്പെട്ട പദമാണ് UR, യൂറോളജി. ഓക്കെ, UR എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് യൂറിൻ. ദെൻ വെരിക്കോസ് വെയിൻ. വെരിക്കോസ് വെയിനിനെ കുറിച്ച് പറയാനായിട്ട് ഉപയോഗിക്കുന്ന റൂട്ട് വേർഡ് ആണ് വെരിക്, VARIC. വെരിക് എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ്. അതിന്റെ മീനിങ് എന്താ? വെരിക്കോസ് വെയിൻ എന്നാണ്. ഓക്കെ, വെരിക്കോസ് വെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ടൈമിൽ മെഡിക്കൽ ഫീൽഡിലുള്ളവർ യൂസ് ചെയ്യുന്ന റൂട്ട് വേർഡ് ആണ് വെരിക്, VARIC. ആൻഡ് നെക്സ്റ്റ് വൺ ഇമ്പോർട്ടന്റ് ആണ് വെർട്ടിഗോ, VERTIGO. വെർട്ടിഗോ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് എന്താ? A disordered sensation in which one's own body or the surroundings are seen as moving. അതായത് നമുക്ക് ബാലൻസ്, എന്തോ സീഷർ അതല്ലേ മാം ഫിക്സ് വരുന്നതൊക്കെ? അതെ അതെ, നമ്മുടെ എന്താണ് ബാലൻസ് നഷ്ടപ്പെടുന്ന അവസ്ഥയെ സൂചിപ്പിക്കാനായിട്ടാണ്. ഓക്കെ, ബാലൻസ് നഷ്ടപ്പെടുന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് വെർട്ടിഗോ എന്ന പദം. ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്തോളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഓൾസോ വിസർ, VISCER, വിസർ എന്താണ്? ഇന്റേണൽ ഓർഗനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ട് വിസർ എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് ഉപയോഗിക്കുന്നത്. ഇന്റേണൽ ഓർഗൻസ്, ഇന്റേണൽ ഓർഗനുമായി ബന്ധപ്പെട്ട റൂട്ട് വേർഡ് ചോദിച്ചാൽ ഏതാണ്? വിസർ. ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് വിസ്കസ്. വിസ്കസ് എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് സ്റ്റിക്കി എന്നാണ് അർത്ഥം. സ്റ്റിക്കി. ഓക്കെ, വിസ്കസ് എന്ന പദത്തിന്റെ അർത്ഥമാണ്, റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് സ്റ്റിക്കി. ആൻഡ് നെക്സ്റ്റ് വൺ സെൻ, XEN. സെൻ എന്ന് പറഞ്ഞാൽ ഫോറിൻ, അവിടെ നിന്ന് വരുന്ന മെറ്റീരിയൽസിനെ സൂചിപ്പിക്കുന്ന പദമാണ് സെൻ, XEN. ദെൻ സെനോഫോബിയ എന്ന് പറയും. എന്താണ്? ഫോറിനിൽ നിന്ന് വരുന്ന സംഭവങ്ങൾ, എന്താണ്, മെറ്റീരിയൽസിനോടുള്ള ഭയം, ഫോബിയ, ഫിയറിനെയാണ് സെനോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെൻ എന്ന് പറഞ്ഞാൽ ഫോറിൻ എന്നാണ് അർത്ഥം, മെറ്റീരിയൽസിനെ സൂചിപ്പിക്കുന്നതാണ്. ലാസ്റ്റ് വൺ ആണ് സർ, XER. സർ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥമാണ്, റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് ഡ്രൈ. ഡ്രൈ, ഡ്രൈ എന്ന സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ഏതാണ്? സർ എന്ന് പറയുന്നതാണ്. XER എന്ന് പറയുന്ന പദമാണ്, റൂട്ട് വേർഡ് ആണ്. ഓക്കെ, ഡ്രൈ മൗത്ത്, അതായത് സെറോസ്റ്റോമിയ എന്ന് പറയും. സെറോസ്റ്റോമിയ എന്ന് പറഞ്ഞാൽ മൗത്ത് ഡ്രൈ ആകുന്ന ഒരു കണ്ടീഷൻ ആണ്. നമ്മുടെ മൗത്ത് ഡ്രൈ ആയി മാറുന്ന ഒരു കണ്ടീഷനെയാണ് സെറോസ്റ്റോമിയ എന്ന് പറയുന്നത്. സോ സർ എന്ന് പറഞ്ഞാൽ ഡ്രൈനെസ്സിനെ സൂചിപ്പിക്കുന്നു. ക്ലിയർ ആണോ? സോ ഈ പേജിൽ 71, 75, 76, 71, 75, 76 ഇത്രയും റൂട്ട് വേർഡ് എന്താണ് എക്സാമിന് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. ബാക്കിയൊക്കെ നിങ്ങൾ എന്താണ് റീഡ് ചെയ്ത് നോക്കണം, എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. പക്ഷെ ഇത് മസ്റ്റ് ആയിട്ടും ചോദിക്കും എക്സാമിന്, കേട്ടോ. ഏതൊക്കെയായിരുന്നു?
ഓക്കെ, റൂട്ട് വേർഡ്സുകൾ ഏതൊക്കെയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? 5th വൺ, അഞ്ചാമത്തേത് 7, then 8, 9, 10, 11, 15, 17, 19, 23, 27, 32, 34, 44, 46, 47, 52, 53, 54, 57, 61, 67, 68, 71, 75 and 76. Correct അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ. മെയിലുമായി ബന്ധപ്പെട്ട എന്താണ് റൂട്ട് വേർഡ് ഏതാ? മെയിലുമായി ബന്ധപ്പെട്ട റൂട്ട് വേർഡ് ഏതാണ്? ബന്ധപ്പെട്ട ആൻഡ് ANDR എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് മെയിലിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ തിരിച്ചും ചോദിക്കാം, അക്വ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് എന്താണ്? അങ്ങനെയും ചോദിക്കാം. എന്തായിരിക്കാം മീനിങ്? വാട്ടർ. വാട്ടറിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് അക്വ ആണ്. ഓക്കെ, ദെൻ വീക്ക്, വീക്കിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ഏതാ? വീക്ക്. ഏസ്തൻ എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് വീക്കിനെ സൂചിപ്പിക്കുന്നത്. ദെൻ ഓഡി എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് എന്താ? കേൾവിയുമായി ബന്ധപ്പെട്ടതാണ് ഓഡി എന്ന് പറയുന്നത്. ഓഡിയോളജി നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഓഡി എന്ന് പറയുന്നത് കേൾവിയുമായി ബന്ധപ്പെട്ട റൂട്ട് വേർഡ് ആണ്. അതേപോലെ വിൻ പൈപ്പിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ഏതാ? വിൻ പൈപ്പ് ബ്രോങ്ക് അല്ലെ, ബ്രോങ്കൈറ്റിസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രോങ്ക് എന്ന് പറയുന്ന വേർഡിന്റെ റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് വിൻ പൈപ്പ്. ഇനി കാർസിൻ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് എന്താ? കാർസിൻ ക്യാൻസറിനെ സൂചിപ്പിക്കുന്നതാണ്. ദെൻ ഫെബ്ര്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫെബ്ര്, FEBR, ഫെബ്ര് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാ? ഫീവർ. ഫീവറിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ്. തിരിച്ചും ചോദിക്കാം, ഫീവറിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ചോദിച്ചാൽ ഫെബ്രു ആണ്, ഫെബ്രിന്റെ മീനിങ് ചോദിച്ചാൽ ഫീവർ ആണ്. അങ്ങനെ രണ്ട് രീതിയിലും ചോദിക്കാം. ദെൻ ബ്രേക്ക്, ബ്രേക്ക് എന്ന് പറയുന്ന അവസ്ഥയെ കുറിച്ച് സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ഏതാ? ട്രാക്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ദെൻ ചൈൽഡിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ഏതാ? ചൈൽഡ്, പെഡ്. അതേപോലെ ഫൂട്ടിനെ ആണെങ്കിലോ രണ്ടെണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പെഡ് ആണ്. പെഡ് ആണ് ഫൂട്ടിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ്. ഇനി ലൈറ്റുമായി ബന്ധപ്പെട്ട റൂട്ട് വേർഡ് ഏതാ? ഫോർട്ട് ആണ്. ഓക്കെ, കിഡ്നിയെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് കിഡ്നി ആണ്. ഓക്കെ, ദെൻ സ്റ്റോമ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോമ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് എന്താ? ഓപ്പണിംഗ്, ചെറിയ ഓപ്പണിംഗ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അതിനകത്തുള്ള ചെറിയ ഓപ്പണിങ്ങിനെയാണ് പറയുന്നത്. ടൈനി ഓപ്പണിങ്സിനെയാണ് സ്റ്റോമ എന്ന് പറയുന്നത്. ദെൻ ടച്ച് എന്ന പദത്തിന് പകരം ഫീൽഡിൽ ഉപയോഗിക്കുന്നവർ ഏതാണ്? ഏത് ടേമാണ്? ടാക്ട് എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ടോക്സിക്കിന്റെ മീനിങ് എന്താ? പോയിസൺ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് പിക്ക് ചെയ്ത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് അബ്രീവിയേഷൻ. എന്താണ് അബ്രീവിയേഷൻ എന്ന് പറഞ്ഞാല്? ഷോർട്ട് ഫോംസുകളെയാണ് അബ്രീവിയേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഷോർട്ട് ഫോം നോക്കിക്കോളൂ. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഒരെണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു. EMS എന്തായിരുന്നു? എമർജൻസി മെഡിക്കൽ സർവീസ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് EMS എന്ന് പറയുന്നത്. സോ ഇതിൽ നോക്കിക്കോളൂ, ഫസ്റ്റ് വൺ ആണ് A&P. A&P എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ? അനാറ്റമി ആൻഡ് ഫിസിയോളജിയെ സൂചിപ്പിക്കുന്ന അബ്രീവിയേഷൻ ആണ് A&P. ഓക്കെ, അനാറ്റമി അതേപോലെ തന്നെ ഫിസിയോളജിയെ സൂചിപ്പിക്കുന്ന അബ്രീവിയേഷൻ ഷോർട്ട് ഫോം ആണ് A&P. And next 2 and 3.
അത് രണ്ടും എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? നമ്മൾ റൈറ്റിംഗ് പ്രിസ്ക്രിപ്ഷൻ എഴുതില്ലേ, മരുന്ന് എഴുതില്ലേ, അപ്പോ ഡോക്ടേഴ്സ് എഴുതാറില്ലേ ഇങ്ങനെ എന്താണ് ഭക്ഷണത്തിന് മുൻപ്, ഭക്ഷണത്തിന് ശേഷം, അതേപോലെ 1 വീതം 2 നേരം എന്നൊക്കെ. അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന 2 ഷോർട്ട് ഫോംസുകളാണ്, അബ്രീവിയേഷൻസ് ആണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും. ക്ലിയർ ആണോ? 2 and 3. ആൻഡ് ഫോർത്ത് വൺ നോക്കിക്കോളൂ, ABD. ABD എന്ന് പറയുന്ന അബ്രീവിയേഷന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് എന്താണ്? അബ്ഡമൻ. ഓക്കെ, അപ്പൊ എവിടെ ABD കണ്ടാലും അതിന്റെ മീനിങ് എന്താണ്? മെഡിക്കൽ ടേംസിൽ അതിന്റെ മീനിങ് എന്താ? അബ്ഡമൻ എന്നാണ്. അബ്ഡമനെ സൂചിപ്പിക്കുന്ന ഷോർട്ട് ഫോം ഏതാണ്? അബ്രീവിയേഷൻ ഏതാണ്? ABD ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തോളൂ, ABG. ABG എന്താണ്? ആർട്ടറിയൽ ബ്ലഡ് ഗ്യാസ് ആണ്. ആർട്ടറിയൽ ബ്ലഡ് ഗ്യാസ് എന്നതിന്റെ ചുരുക്കെഴുത്താണ് ABG. ആർട്ടറിയൽ ബ്ലഡ് ഗ്യാസ്. നമ്മുടെ ലങ്സ് എന്താണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ടെസ്റ്റ് ആണത്. ഓക്കെ, ആർട്ടറിയൽ ബ്ലഡ് ഗ്യാസ്, ABG എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതിന് നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ, AC. സ്മോൾ ലെറ്റർ A and C. AC എന്താണ്? ബിഫോർ മീൽസ്, ഭക്ഷണത്തിന് മുൻപ്. AC മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് മുൻപ് കഴിക്കേണ്ട മെഡിസിൻ ആണ്. ഓക്കെ, അപ്പൊ AC എന്ന് പറഞ്ഞാൽ ബിഫോർ മീൽസ് ആണ്. ദെൻ ACLS, അത് ഇമ്പോർട്ടന്റ് ആണ്. ACLS എന്താണ്? അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ടിനെ സൂചിപ്പിക്കുന്ന അബ്രീവിയേഷൻ ആണ്, ഷോർട്ട് ഫോംസ് ആണ് ACLS എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? നമ്മുടെ ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്സ് എല്ലാം ആയിരിക്കാം. ഓക്കെ, അതിനെയാണ് ACLS എന്ന് പറയുന്നത്. നോട്ട് ചെയ്തോ? അതിന് നെക്സ്റ്റ് വൺ ആണ് അഡ്ലിബ്. ADLIB. അഡ്ലിബ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് ആസ് മച്ച് ആസ് ഡിസയേർഡ്. ആസ് മച്ച് ആസ് ഡിസയേർഡ്, അതായത് പ്ലഷറിനെ സൂചിപ്പിക്കുന്ന, അതിനുവേണ്ടി അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ഫോം ആണ് അഡ്ലിബ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത് അഡ്ലിബിറ്റം എന്നാണ്. ഓക്കെ, ഒരു ലാറ്റിൻ വേർഡ് ആണ് അഡ്ലിബിറ്റം. അതിന്റെ ഷോർട്ട് ഫോം ആണ് പ്ലഷറിനെ സൂചിപ്പിക്കുന്നത് അഡ്ലിബ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ഈ ഫസ്റ്റ് പേജില് 5th and 7th, 5ാമത്തേതും 7ാമത്തേതുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ABG and ACLS. ABG എന്താ? ABG എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. സൂചിപ്പിക്കുന്നതാണ്. ദെൻ ACLS എന്താ? അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ടിന് തിരിച്ചും ചോദിക്കാട്ടോ. അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ടിന്റെ ഷോർട്ട് ഫോം ചോദിച്ചാൽ അതും എഴുതണം, ACLS. നെക്സ്റ്റ് പേജ് ലാസ്റ്റ് ഒന്ന് പറഞ്ഞില്ലേ, പ്രഷറിനെ സൂചിപ്പിക്കുന്നത് എന്താണ്? പ്ലഷർ, സന്തോഷ, ഹാപ്പിനെസിനെ സൂചിപ്പിക്കുന്നത്. ആസ് മച്ച് ആസ് ഡിസയേർഡ്. അഡ്ലിബ്, ADLIB. ADLIB. ക്ലിയർ ആണോ? ആക്ച്വലി എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത് അഡ്ലിബിറ്റം എന്നാണ്. ഓക്കെ, അത് ലാറ്റിൻ വേർഡ് ആണ്. അതിന്റെ മീനിങ് ആണ് ആസ് മച്ച് ആസ് ഡിസൈഡ്, പ്ലഷർ ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് പേജിൽ നോക്കിക്കോളൂ, ADL. ADL എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിങ്. എന്താണ്? നമ്മുടെ ബേസിക് ആയിട്ടുള്ള ടാസ്കുകളിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ബേസിക് ടാസ്കുകളെ സൂചിപ്പിക്കാനായിട്ടാണ് ADL എന്ന പദം ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിന്റെ ഷോർട്ട് ഫോം ആണ് ADL, ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിങ്. നെക്സ്റ്റ് വൺ ആണ് AED. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഓർക്കുന്നുണ്ടായിരുന്നെങ്കിലും? AED, ഡീഫിബ്രിലേറ്റർ, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ആ എക്യുപ്മെന്റ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു AED എന്താണെന്ന്, എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ. ഓക്കെ, അപ്പൊ AEDയുടെ എക്സ്പാൻഡഡ് ഫോം ആണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ. And the next one, AF. AF, atrial fibrillation. Atrial fibrillation, AF ന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് atrial fibrillation. അതായത് ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റിനെ സൂചിപ്പിക്കുന്നതാണ്.
AF ഇറഗുലർ ഹാർട്ട് ബീറ്റിനെ സൂചിപ്പിക്കുന്ന പദമാണ്. AF എന്ന് പറയുന്നത് ആട്രിയൽ ഫിബ്രിലേഷൻ. നെക്സ്റ്റ് വൺ ആണ് എയ്ഡ്സ്. അത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തോളൂ. എയ്ഡ്സ്, AIDS, എയ്ഡ്സ് എന്താണ്? അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, എയ്ഡ്സ്. ആൻഡ് നെക്സ്റ്റ് വൺ AK, above the knee, നീക്ക് മുകളിലായിട്ട്. AIDS എന്ന് പറയാമോ മാം? അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, എയ്ഡ്സ്. നെക്സ്റ്റ് വൺ ആണ്, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് വൺ ആണ് AK എന്ന് പറഞ്ഞാൽ എന്താ? എബവ് ദ നീ, നീക്ക് മുകളിലായിട്ട്, എബവ് ദ നീ. അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ഫോം ആണ് AK. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് AKA, എബവ് ദ നീ ആംപ്യൂട്ടേഷൻസ്. അതായത് എന്താണ്? കാല് മുറിക്കില്ലേ? അപ്പൊ എന്താണ്? അത്തരം സന്ദർഭങ്ങളിൽ എബവ് ദ നീ, നീക്ക് മുകളിലായിട്ട്, അതിനെ സൂചിപ്പിക്കാനായിട്ടാണ് AKA എന്ന പദം എന്ന ഷോർട്ട് ഫോം ഉപയോഗിക്കുന്നത്. അതിന്റെ നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ. A ലൈൻ, ആർട്ടീരിയൽ ലൈൻ ആണ്, അതായത് ധമനി ലൈനിനെ സൂചിപ്പിക്കുന്ന പദമാണ് A ലൈൻ, ആർട്ടീരിയൽ ലൈൻ. നെക്സ്റ്റ് വൺ AMA, അത് ഇമ്പോർട്ടന്റ് ആണ്. AMA against medical advice, against medical advice, മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ട്. ഓക്കെ, അപ്പോ AMA എന്ന് പറഞ്ഞാൽ against medical advice. ഇനി നെക്സ്റ്റ് വൺ ആണ് AMB, സ്മോൾ ലെറ്റേഴ്സ് ആണ് എല്ലാനും. AMB ആംബുലേറ്ററി, ആംബുലേറ്ററി കെയർ ഇല്ലേ, അതിനെ സൂചിപ്പിക്കുന്നതാണ് AMB എന്ന് പറയുന്നത്. AMB ആംബുലേറ്ററി. നെക്സ്റ്റ് വൺ AMI, അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഓക്കെ, അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ആണ്. ബ്ലഡ് ബ്ലോക്ക് ആയിട്ട് എന്താണ് അറ്റാക്ക് വരുന്നതിനെയാണ് AMI എന്ന് പറയുന്നത്, അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, AMI. നെക്സ്റ്റ് വൺ ആണ് AMS, ഓൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ്. നമ്മുടെ എന്താണ്? മാനസികാവസ്ഥയെ സൂചിപ്പിക്കാനായിട്ടാണ് AMS എന്ന ഷോർട്ട് ടേം ഉപയോഗിക്കുന്നത്. AMS, ഓൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ്. നെക്സ്റ്റ് വൺ ആണ് ആൻഡ്, സ്മോൾ ലെറ്റർ ANT, ആൻഡ്. അൻറ്റീരിയർ എന്ന് പറയും, ANTERIOR. അൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ മുൻഭാഗം, നമ്മുടെ ഇന്റീരിയറിന്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, പുറംഭാഗത്തെ സൂചിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ മുൻഭാഗത്തെ സൂചിപ്പിക്കാനായിട്ടാണ് ആ പദം ഉപയോഗിക്കുന്നത്. അതിന്റെ ഷോർട്ട് ഫോം ആണ് ANT. നെക്സ്റ്റ് വൺ ആണ് AOX4, അതെന്തിനാ സൂചിപ്പിക്കുന്നത്? അലേർട്ട് ആൻഡ് ഓറിയന്റഡ് ടു പേഴ്സൺ, പ്ലേസ്, ടൈം ആൻഡ് സിറ്റുവേഷൻസ്. ഒരു 4 കാര്യങ്ങളെയാണ് ഈ പദം സൂചിപ്പിക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് സ്ഥലകാല ബോധമുണ്ടോ എന്ന്, അതായത് ബോധം ഉണ്ടോ, സ്ഥലകാല ബോധമുണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് നടത്തുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ആ വ്യക്തിയോട് ആ വ്യക്തി ആരാണെന്ന് ചോദിക്കാം, അല്ലെ പേരെന്താണെന്ന് ചോദിക്കാം, പേര് ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ എന്താണ് പ്ലേസ്, ഇപ്പൊ ഏത് സ്ഥലത്താണുള്ളത്, ഇപ്പൊ ഏതാണ് സമയം, രാത്രിയാണോ പകലാണോ, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിനെയാണ്, സ്ഥലകാല ബോധം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് AOX4 എന്ന ഷോർട്ട് ഫോം ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ ആണ് AP. ഫസ്റ്റ് എന്താണ് APയുടെ എക്സ്പാൻഡഡ് ഫോം? anterior posterior. ഓക്കെ, അതെന്താണ്? ഫ്രണ്ട് ടു ബാക്ക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് ടു ബാക്ക് ആ മീനിങ്ങിൽ AP യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ ആക്ഷൻ പൊട്ടൻഷ്യൽ, അതിന്റെയും ഷോർട്ട് ഫോം AP തന്നെയാണ്, ആക്ഷൻ പൊട്ടൻഷ്യൽ. ദെൻ ആൻജിന പെക്ടോറിസ്, എന്ന് പറഞ്ഞാലും AP തന്നെയാണ് അതിന് ഉപയോഗിക്കുന്ന ഷോർട്ട് ഫോം. ഓക്കെ, ഒരു ചെസ്റ്റ് പെയിൻ ആണ് ആൻജിന പെക്ടോറിസ് എന്ന് പറഞ്ഞൊരു ചെസ്റ്റ് പെയിൻ ആണ്, അതിനും AP എന്ന ഷോർട്ട് ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ദെൻ ആന്റീരിയർ പിറ്റ്യൂട്ടറി, എന്താണ്? അതിനും AP എന്ന് പറയുന്ന ഷോർട്ട് ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മുൻഭാഗത്തെയാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത്, അതിനും എന്താണ് AP തന്നെയാണ് ഉപയോഗിക്കുന്നത്. ദെൻ ആർട്ടറിയൽ പ്രഷർ,
ആർട്ടറിയൽ പ്രഷർ, നമ്മുടെ എന്താണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് മൂലം ധമനിക്കുണ്ടാകുന്ന പ്രഷറിനെ സൂചിപ്പിക്കുന്ന ടൈമിലും AP എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് ഫോം തന്നെയാണ്, അബ്രീവിയേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ്, ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് എന്താണ് അതിന്റെ അർത്ഥം, മീനിങ് മനസ്സിലാക്കണം. ക്ലിയർ ആണോ? AP. ദ നെക്സ്റ്റ് വൺ ആണ് APC. APC, ആർട്ടറിയൽ പ്രിമച്വർ കോംപ്ലക്സ്. Then activated protein C, എന്താണ് ആർട്ടറിയൽ പ്രിമച്വർ കോംപ്ലക്സിന്റെ ഷോർട്ട് ഫോം ആണ് APC. അതേപോലെ തന്നെ ആക്ടിവേറ്റഡ് പ്രോട്ടീൻ C, അതിന്റെയും ഷോർട്ട് ഫോം എന്താണ്, APC തന്നെയാണ്. നമ്മുടെ രക്തം കട്ടപിടിക്കുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ് ആക്ടിവേറ്റഡ് പ്രോട്ടീൻ C എന്ന് പറയുന്നത്. അതിന്റെയും ഷോർട്ട് ഫോം APC തന്നെയാണ്. ദെൻ ആസ്പിരിൻ, ഫെനാസെറ്റിൻ, കഫീൻ ഒരു പെയിൻ കില്ലേഴ്സ് ആണ്. ഇതിന്റെയും ഷോർട്ട് ഫോം എന്ത് തന്നെയാണ്, APC എന്ന് തന്നെയാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ AQ, വാട്ടർ എന്നാണ് മീനിങ്. AQ, അക്വ, അതിന്റെ ഷോർട്ട് ഫോം ആണ് AQ. ക്ലിയർ ആണോ? AQ എന്ന് പറഞ്ഞാൽ വാട്ടർ എന്നാണ് മീനിങ്. ആൻഡ് നെക്സ്റ്റ് വൺ ARDS. ARDS, അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം, അതായത് നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. ലങ്സിൽ ഉണ്ടാകുന്ന ഫ്ലൂയിഡ് നിറയുന്നത് മൂലമുണ്ടാകുന്ന ഒരു കണ്ടീഷൻ ആണ്. അപ്പൊ ഇത്തരം ARDS ഉള്ള പേഷ്യന്റിന് വെന്റിലേറ്ററിന്റെ ഹെൽപ്പ് എന്താണ് ആവശ്യമായിട്ട് വരാറുണ്ട്. വെന്റിലേറ്ററിന്റെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് ARDS എന്താണെന്ന്. ഓക്കെ, അപ്പൊ ARDS എന്ന് പറഞ്ഞാൽ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രമിനെയാണ് ARDS എന്ന ഷോർട്ട് ഫോം എന്നാണ് ഉപയോഗിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ ASA, ആസ്പിരിന്റെ ഷോർട്ട് ഫോം ആണ് ASA, അസറ്റൈൽ സാലിസിലിക് ആസിഡ്. ASA, അസറ്റൈൽ സാലിസിലിക് ആസിഡിനെ സൂചിപ്പിക്കുന്ന ഷോർട്ട് ഫോം ആണ് ASA. Then ASAP, ASAP, അതെല്ലാവർക്കും അറിയാലോ, എന്താ ASAP, as soon as possible. അതും ഇമ്പോർട്ടന്റ് ആണ്, ASAP. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ASHD. ASHD, ആർട്ടിയോസ്ക്ലീറോസിസ് അതേപോലെ തന്നെ അതിരോസ്ക്ലീറോസിസ് ഡിസീസിനെ സൂചിപ്പിക്കുന്ന ഷോർട്ട് ടേം ആണ് ASHD. അബ്രീവിയേഷൻ ആണ് ASHD എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിലേക്ക് എന്താണ് ബ്ലഡ് നൽകുന്ന ആർട്ടറിക്ക് എന്താണ് ഫാറ്റ് വന്നടിയുന്നത് മൂലം ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ ഹാർഡ് ആകുന്ന അവസ്ഥ, അത്തരം ഡിസീസിനെ സൂചിപ്പിക്കുന്നതാണ് അതിരോസ്ക്ലീറോസിസ്. ഓക്കെ, ASHD. ആൻഡ് ലാസ്റ്റ് വൺ AV. AV നെ സൂചിപ്പിക്കുന്നത് എന്താ, ഏട്രിയോ വെൻട്രിക്കുലർ അല്ലെങ്കിൽ ആർട്ടറിയോവിനസ്, ധമനികളെ സൂചിപ്പിക്കുന്ന പദമാണ് AV. ഓക്കെ, അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എയ്ഡ്സ് 12ാമത്തേത്. ദെൻ 16 AMA. ദെൻ 25 ARDS. ആൻഡ് 27 ASAP. 27. ക്ലിയർ ആണോ? എയ്ഡ്സിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ, അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. ദെൻ AMA എന്താ, AMA against medical advice. Against medical advice. Then ARDS, medical advice. Acute respiratory distress syndrome. acute respiratory distress syndrome. Then ASAP, As soon as possible. as possible. Okay, ഇനി നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ. BBB കൊടുത്തിട്ടുണ്ട്, BBB, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്. ഈ 3 അവസ്ഥകളെ സൂചിപ്പിക്കാനായിട്ടാണ് BBB എന്ന ഷോർട്ട് ഫോം അല്ലെങ്കിൽ അബ്രീവിയേഷൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ഹാർട്ട് ബീറ്റിനെ നിയന്ത്രിക്കുന്ന സിഗ്നൽസിന് ഉണ്ടാകുന്ന ഡിലേ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബീറ്റിനെ നിയന്ത്രിക്കുന്ന സിഗ്നൽസിന് ഉണ്ടാകുന്ന ഡിലേ. ഓക്കെ, അപ്പൊ BB എന്ന് പറഞ്ഞാൽ എന്താണ്, ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ, ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്. ചിലപ്പോ ബിയുടെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും ഒരു വാക്കൊക്കെ തരും, B വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ബിലോ ബ്രാഞ്ച് ബ്ലോക്ക് എന്നൊക്കെ ചിലപ്പോൾ ഓപ്ഷനിൽ ഉണ്ടാകാം. അപ്പൊ കറക്റ്റ് ആയിട്ട് ഏതാണ്, ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് ആണ്. ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്, അത് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ BID എന്താണ്, ട്വൈസ് ഡെയിലി.
ടോയ്സ് ഡെയിലി, ദിവസവും 2 നേരം എന്താണ് മെഡിസിൻ ഒക്കെ കഴിക്കാൻ പറയാറില്ല. അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് BID എന്ന് പറയുന്ന അബ്രീവിയേഷൻ. ദെൻ BKA, ബിലോ ദ നീ അംപ്യൂട്ടേഷൻ. നമ്മൾ നേരത്തെ എബവ് ദ നീ ആംപ്യൂട്ടേഷൻ പഠിച്ചു അല്ലേ? അതിന്റെ ഓപ്പോസിറ്റ് ആണ് BKA, ബിലോ ദ നീ ആംപ്യൂട്ടേഷൻ. ബിലോ ദ നീ ആംപ്യൂട്ടേഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ BM, എന്താണ്? ബവൽ മൂവ്മെന്റിനെ സൂചിപ്പിക്കുന്നതാണ് BM, ബവൽ മൂവ്മെന്റ്. ബവൽ മൂവ്മെന്റിനെയാണ് BM എന്ന ഷോർട്ട് ഫോം ഉപയോഗിക്കുന്നത്. ദെൻ BP, എല്ലാവർക്കും അറിയാലോ എന്താ? അത് ഇമ്പോർട്ടന്റ് ആണ്. BP എന്താ? ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷറിന്റെ അബ്രീവിയേഷൻ ഫോം ആണ് BP. അത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് വൺ ആണ് BS. എന്താ BS? Bachelor of Science. ബാച്ചുലർ ഓഫ് സയൻസ്. ദെൻ BSA, BSA എന്താ? ബോഡി Body Surface Area. BSA എന്ന് പറഞ്ഞാല് ബോഡി സർഫസ് ഏരിയ. ഇനി സ്മോൾ ലെറ്റേഴ്സ് ആണ് കേട്ടോ. BX എന്താണ്? എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ബയോപ്സിയെ സൂചിപ്പിക്കുന്ന പദമാണ് BX. ഓക്കെ, BX. നെക്സ്റ്റ് വൺ ആണ് സിയുടെ മീനിങ് എന്താണ്? വിത്ത് എന്നാണ്. വിത്ത്. സോറി, BX ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തോളൂ. BX, ബയോപ്സി. BX ഇമ്പോർട്ടന്റ് ആണ്. ബയോപ്സി എന്നാണ് അതിന്റെ മീനിങ്. ദെൻ സി, അതിന്റെ മീനിങ് ആണ് വിത്ത് എന്നാണ് അർത്ഥം. വിത്ത്. ദെൻ സി. നെക്സ്റ്റ് ഉണ്ടോ 39, എന്താണ്? ഡിഗ്രി സെൽഷ്യസിനെ സൂചിപ്പിക്കുന്നതാണ്. സെന്റിഗ്രേഡ്. ഓക്കെ, സെൽഷ്യസിനെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പിൾ ആണത്. ചിലപ്പോ എന്താണ് സിമ്പിൾസും തരാം കേട്ടോ. സിമ്പിൾസ് തന്നിട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ചോദിക്കാം. അതിന്റെ നെക്സ്റ്റ് വൺ 40 ആണ്. CA എന്താ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ CA? കാൽഷ്യം. കാൽസ്യത്തിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ? ദെൻ രണ്ടും ക്യാപിറ്റൽ ആണെങ്കിലോ CA എന്താണ്? കാർഡിയാക് അറസ്റ്റിനെയാണത് സൂചിപ്പിക്കുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. 42 ഓൺവേർഡ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ പേജില് 30 ഇമ്പോർട്ടന്റ് ആണ്, 34 ഇമ്പോർട്ടന്റ് ആണ്, 37 ആൻഡ് 41 ക്ലിയർ ആണല്ലോ. BP, അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ? BP. Blood pressure. BX ആണെങ്കിലോ? BX ബയോപ്സി. ബയോപ്സി. സൂചിപ്പിക്കുന്നതാണ് BX. Then acute respiratory distress syndrome, അതിന്റെ ഷോർട്ട് ഫോം അല്ലെങ്കിൽ അബ്രീവിയേഷൻ ഫോം എന്താ? അബ്രീവിയേഷൻ എന്താ? ARDS. ARDS, acute respiratory distress syndrome. Then ASAP, ASAP എന്താ? As soon as As soon as possible. As soon as possible. AMA എന്തായിരിക്കാം? AMA against medical advice. Against medical advice. Against medical advice. എതിരായിട്ടുള്ളത്, against medical advice. Then AIDS എന്താ? acute immune Acute deficiency. acute immunodeficiency syndrome. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ലീവ് ചെയ്തോട്ടെ. Thank you, Thank ma'am. you, ma'am. Thank you, ma'am. താങ്ക് യു മാം. Thank you.
ക്ലാസ്സിൽ ഇന്ന് ഇനി ക്ലാസ് ഇല്ല 2:00 ശേഷം